ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൾ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പം മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു പാഠമാണ് പ്രകൃതി പാഠങ്ങൾ എന്ന് പറയുന്നത്. എന്താ മിസ്സേ ഇതിൽ പറയുന്നതെന്ന് ചോദിച്ചിങ്ങോട്ട് പലരും എനിക്ക് പേഴ്സണലായിട്ട് കൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്? വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കാനൊന്നും മറന്നു പോകരുത് അല്ലേ. അപ്പം മിസ്സിൻ്റെ മക്കളല്ലേ നിങ്ങളെല്ലാവരും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രകൃതി പാഠങ്ങൾ. ഇത് നമുക്കറിയാം. വൈലോപ്പിള്ളിക്ക് എന്താണ് മാനവികതയെക്കുറിച്ച്, മനുഷ്യൻ്റെ കഴിവിൽ ഒരുപാട് അഭിമാനം കൊണ്ട, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നവോത്ഥാന കാലഘട്ടമാണ്. നമ്മൾ ഗതാഗത മേഖലകളിൽ അതുപോലെ തന്നെ വ്യവസായ മേഖലകളിലൊക്കെ എന്താണ് നമ്മൾ അത്രയും പുരോഗതി പ്രാപിക്കുന്ന, നമ്മൾ ഉപഗ്രഹങ്ങൾ വിടുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പുരോഗതി കൈവരിച്ച നമ്മുടെ ഒരു കാലഘട്ടമാണ് ഏത്? 20-ാം നൂറ്റാണ്ട്. ഇപ്പം നമ്മൾ 21-ാം നൂറ്റാണ്ടാണ് അല്ലേ. അപ്പോൾ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആ 20-ാം നൂറ്റാണ്ട് നവോത്ഥാന മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഓരോന്നും പ്രകൃതിയെ കീഴടക്കി പല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ, പലതിനെയും കീഴടക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ കഴിവിൽ കൂടുതൽ അഭിമാനം കൊണ്ടൊരു എഴുത്തുകാരനായിരുന്നു വൈലോപ്പിള്ളി അല്ലെ. മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത് എന്നൊരു അഭിമാനം കൊണ്ട് എഴുത്തുകാരനായിരുന്നു ആര്? വൈലോപ്പിള്ളി. അപ്പം ആ വൈലോപ്പിള്ളി കവിതകളിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഈ കഴിവിനെയൊക്കെ വാഴ്ത്തി പാടിയിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതി ആയപ്പോഴേക്കും മനുഷ്യന്റെ പോക്ക് ശരിയല്ല എന്നും, മനുഷ്യൻ പ്രകൃതിയെ എന്താണ് അനാവശ്യമായിട്ട് അല്ലെ, എന്താണ് മനുഷ്യന് ആവശ്യത്തിൽ അധികമായിട്ട് ചൂഷണം ചെയ്യുന്നതും, പ്രകൃതി എന്താണ് മലിനപ്പെടുന്നു, വായു, ജലം, മണ്ണ് തുടങ്ങിയിട്ടുള്ള എല്ലാം എന്താണ് മനുഷ്യൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ വൈലോപ്പിള്ളിക്ക് മനസ്സിലായി. അതിൽ ദുഃഖിതനായപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോൾ അദ്ദേഹം എന്താണ് പ്രകൃതിക്ക് വേണ്ടിയിട്ട് പിന്നീട് കവിത എഴുതാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ എന്താണ് പ്രകൃതിയെ നശിപ്പിച്ച് അല്ലെ, പ്രകൃതിയെ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലാക്കിയ മനുഷ്യനെ കുറിച്ചിട്ടും മാനവികതാ ബോധത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ. ഡോക്ടർ KS രവികുമാറിൻ്റെ സഹ്യകാനനത്തിൽ വിരിഞ്ഞ കവിത എന്ന കൃതിയിലെ ലേഖനമാണ് പ്രകൃതി പാഠങ്ങൾ. ഇൻട്രൊഡക്ഷനായിട്ട് എഴുതിയെടുത്തോളണം. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതകളിലെ മാനവികതാ ബോധത്തിന് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചും 20-ാം നൂറ്റാണ്ടിന്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുമായുള്ള അവയുടെ ബന്ധത്തെക്കുറിച്ചും ലേഖനം ചർച്ച ചെയ്യുന്നു. വൈലോപ്പിള്ളി കവിതയുടെ അടിസ്ഥാന ധാരയായ മാനവികതയാണ് അല്ലെ. വൈലോപ്പിള്ളിയുടെ കവിതകളുടെ അടിസ്ഥാന ധാര എന്ന് പറയുന്നത് എന്താണ്? മാനവികതയാണ്. മാനവികതയുടെയും പുരോഗതിയുടെയും ആദർശങ്ങൾ ആദ്യകാല കവിതകളിൽ പ്രകടമാണ്. പ്രകൃതിയെ കീഴടക്കുന്ന മനുഷ്യന്റെ കഴിവിനെ അവ വാഴ്ത്തുന്നു. മനുഷ്യന് ഭൂമിയിലുള്ള സവിശേഷ അധികാരം ഊട്ടിയുറപ്പിക്കുന്ന മാനവികതാ ബോധത്തിനാണ് ഈ ഘട്ടത്തിൽ കവിതകൾ ഊന്നൽ നൽകിയത്. ഭൗതിക തലത്തിൽ നാം കൈവരിച്ചതിനെല്ലാം പിന്നിൽ പെരുകി വരുന്ന ജീർണതയും മാനവിക വിരുദ്ധതയും ഉണ്ടായിരുന്നു. ഇതുമൂലം നഷ്ടമായത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതായി പിൽക്കാലത്ത് വൈലോപ്പിള്ളി എഴുതിയ കവിതകൾ അല്ലെ. പ്രകൃതി നഷ്ടപ്പെട്ടു, മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് മനുഷ്യന്റെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം എന്തിനെല്ലാമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നാണ് പിൽക്കാലത്ത് എന്താണ് വൈലോപ്പിള്ളി കവിതകളിൽ പറയുന്നത്. പ്രകൃതി നിലനിൽക്കുന്നിടത്തെ മനുഷ്യന് നിലനിൽപ്പുള്ളൂ അല്ലെ. നമുക്ക് എന്താണ് പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നുള്ള ഒരു ജാഗ്രത നമുക്ക് ഇല്ലാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നത് എന്ന ജാഗ്രതയിലേക്ക് വൈലോപ്പിള്ളിയുടെ മാനവികതാ ബോധം വികസിക്കുന്നത് പിന്നീട് കാണാം. ജൈവസമ്പത്തിനുമേൽ വികസനത്തിന്റെ പേരിൽ നടത്തുന്ന അതിക്രമത്തെ വലിയ തോതിൽ ചെറുക്കുന്ന കവികൾ വൈലോപ്പിള്ളി എഴുതുന്നതും കാണാം. കീഴാള ജനതയെയും പ്രകൃതിയെയും പെൺമയെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനസിക ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിതകൾ വളർച്ച പ്രാപിക്കുന്നു. പ്രകൃതിയെ കീഴടക്കുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിലേക്ക് മനുഷ്യനെ അദ്ദേഹം പുനർനിർവചിക്കുന്നു. പരിസ്ഥിതി നാശത്തിനിടയിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്ന വൈലോപ്പിള്ളിയുടെ മാനവികത കാലക്രമേണ കൂടുതൽ സൂക്ഷ്മവും യാഥാർത്ഥ്യബോധമുള്ളതും ആയിത്തീരുന്നു എന്ന് ലേഖനം ഉപസംഹരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സംശയം ചോദിച്ചവർക്കൊക്കെ പറഞ്ഞു തരാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി പഠിച്ചോളുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്ന് ആദ്യം എന്താണ് മാനവികതാ ബോധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ പ്രകൃതിയെ മനുഷ്യൻ കൈയേറുന്നതിലൊക്കെ എന്താണ് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. ഒരുപാട് മനുഷ്യൻ എന്താണ് ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എന്നാൽ പിന്നീട് എന്താണ് അദ്ദേഹം ഈ ഒരു പ്രകൃതി അല്ലെ, പ്രകൃതി ചൂഷണത്തിനെതിരെയാണ് അദ്ദേഹം പിന്നീട് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് വേണം ജീവിക്കാൻ എന്നൊരു ആശയത്തിലേക്കാണ് പിന്നീട് എന്താണ് അദ്ദേഹം എത്തുന്നത്. ഓക്കെ.
ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പഠിച്ചോളാൻ. ഓക്കെ, എന്താണ് ഈ ഒരു ശീർഷകത്തിന്റെ പ്രകൃതി പാഠങ്ങൾ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കവിതകൾ എന്നത് വെറും ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല എന്നും മറിച്ച് സമൂഹത്തെ ചിന്തിപ്പിക്കുകയും മാറ്റത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപാധി കൂടിയാണ്. വൈലോപ്പിള്ളി കവിതകൾ ഈ സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തു കാണിക്കുന്നവയാണ്. അവ വെറും പ്രകൃതി വർണ്ണനകളല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ്. പ്രകൃതി ചൂഷണം, നഗരവൽക്കരണത്തിന്റെ ദൂഷ്യവശങ്ങൾ, പരിസ്ഥിതി മലിനീകരണം എന്നിവയെല്ലാം കവി തന്റെ രചനകളിലൂടെ ചർച്ച ചെയ്യുന്നു. പ്രകൃതിയെ കീഴടക്കുന്ന മനുഷ്യനിൽ നിന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടവൻ എന്ന നിലയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പരിണാമം കവിയുടെ രചനകളിൽ കാണാം. ഈ പരിണാമം പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു പാഠമായി ലേഖകൻ അവതരിപ്പിക്കുന്നു. വൈലോപ്പിള്ളി കവിതയുടെ സത്തയും പ്രസക്തിയും ഉൾക്കൊള്ളുകയും അവയിൽ നിന്നുള്ള പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്ന ലേഖനത്തിന് ഉചിതമായ ശീർഷകങ്ങൾ തന്നെയാണ് പ്രകൃതി പാഠങ്ങൾ. അപ്പോൾ ആ വൈലോപ്പിള്ളി കവിതകളെ കുറിച്ചും കവിതകളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് നാം ജീവിക്കേണ്ടത് എന്നൊരു പാഠഭാഗത്തിലേക്കാണ് ഈ ഒരു പാഠം നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രകൃതി പാഠങ്ങൾ എന്ന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ആശയമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈവൊക്കെ വേഗം പോയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റസ് വെക്കാൻ മറന്നു പോകരുത്. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.